ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മീനൂസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിന്റെ മലയാളം ആദ്യത്തെ യൂണിറ്റിലെ ചിറകു വിരിച്ച് എന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് 3 പാഠങ്ങളാണ് പഠിക്കാനായി ഉള്ളത്. ഒന്നാമത്തെ പാഠം ചിറകു വിരിച്ച്, രണ്ടാമത്തേത് മണ്ണാങ്കട്ടയും കഴിയിലയും, മൂന്നാമത്തെ പാഠം അരികെ അകലെ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പാഠമായ ചിറകു വിരിച്ച് എന്ന പാഠത്തിലേക്ക് കടന്നാലോ? കൂട്ടുകാർ അവിടെ തന്നിരിക്കുന്ന മനോഹരമായ ചിത്രം കണ്ടോ? ആ ചിത്രത്തിൽ എന്തെല്ലാമാണുള്ളത്? കൂട്ടുകാർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. 2 കുട്ടികൾ മഴവിലിൽ ഊഞ്ഞാലിട്ട് ആടുകയാണ്. വേറൊരു കുട്ടി അമ്പിളിമാമന്റെ പുറത്തിരിപ്പുണ്ട്. ചുറ്റും നിറയെ മേഘങ്ങളുണ്ട്, പക്ഷികളുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാർ എവിടെയാണുള്ളത്? ആകാശത്താണുള്ളത്. ആകാശത്തു നിന്നും താഴെ ഭൂമിയിലേക്ക് നോക്കിക്കേ. ഭൂമിയിൽ എന്തെല്ലാം കാഴ്ചകൾ കാണാം? വെള്ളച്ചാട്ടം കാണാം, നിറഞ്ഞു തുളുമ്പിൽ പോകുന്ന പുഴ കാണാം, വീടുകൾ കാണാം, പാലം കാണാം, പാലത്തിന്മേൽ ഒരു ബസ് കാണാം, മരങ്ങൾ കാണാം, പൂത്തു നിൽക്കുന്ന മരങ്ങൾ കാണാം. അങ്ങനെ വളരെ മനോഹരമായ കാഴ്ചയാണല്ലേ കൂട്ടുകാരെ നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. കൂട്ടുകാർക്ക് ആ ചിത്രം ഇഷ്ടമായോ? ഇനി നമുക്കൊരു കവിത നോക്കിയാലോ? ചിറകുള്ള ബസ്. ആ ബസ്സിന്റെ ചിത്രത്തിലേക്ക് നോക്കിക്കേ. ബസ്സിൽ നിറയെ കുട്ടികളാണ്. കുട്ടികൾ കൈകൾ പുറത്തേക്ക് വീശുന്നുണ്ട്. താഴെയായി കുറച്ച് ആളുകൾ നിൽപ്പുണ്ട്. അവരും തിരിച്ച് കൈകൾ വീശുന്നുണ്ട്. ഇനി എന്താ ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല. ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർക്കയ്യുകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും. വിഷ്ണുപ്രസാദ് എഴുതിയ ചിറകുള്ള ബസ് എന്ന കവിതയിലെ ഒരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനായി ഉള്ളത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കുട്ടികൾ വിനോദയാത്രയ്ക്ക് പോവുകയാണ്. ആ പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സേ അല്ല. എന്തുകൊണ്ടായിരിക്കും കൂട്ടുകാരെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ആ ബസ്സിൽ പോകുന്ന കുട്ടികൾ കൈകൾ പുറത്തേക്ക് വീശി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് അവരുടെ സന്തോഷം കാണാൻ സാധിക്കുന്നില്ലേ? മാത്രവുമല്ല, ആ ബസ്സിൻ്റെ വേഗത കണ്ടോ? ആ വേഗതയും കൂടെ കാണുമ്പോൾ നമുക്ക് ബസ്സിന് ചിറക് മുളച്ചതുപോലെ തോന്നും. കൂട്ടുകാരും ഇതുപോലെ വിനോദയാത്രയ്ക്ക് പോയിട്ടുണ്ടോ? ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതിയാലോ? ബസ്സിന് ചിറകു മുളയ്ക്കുന്നുണ്ടല്ലോ കവിതയിൽ. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾ കൈകൾ പുറത്തേക്ക് വീശി കളിക്കുകയാണ്. അതിലൂടെ അവരുടെ സന്തോഷം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ ബസ്സിന്റെ വേഗതയും ഇവിടെ ബസ്സിന് ചിറകു മുളച്ചതുപോലെ കാണാം. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോയാലോ? മണ്ണാങ്കട്ടയും കരിയിലയും. ഈ യൂണിറ്റിൽ നമ്മൾ യാത്രയെക്കുറിച്ചാണ് പഠിക്കുന്നത്. കഴിഞ്ഞ യൂണിറ്റിലും യാത്രയെക്കുറിച്ചല്ലേ കൂട്ടുകാരെ നമ്മൾ പഠിച്ചത്? സങ്കല്പയാത്രയുടെ എത്രയെത്ര കഥകളും കവിതകളും ഉണ്ടെന്നോ? യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല. ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം. ഇനി നമുക്ക് അക്കിത്തം എഴുതിയ മുന്നറിയിപ്പ് എന്നൊരു കുട്ടി കവിത വായിച്ചു നോക്കിയാലോ? കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം, കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കടലുകൾ കാണാൻ പോയിട്ടീ ഞാൻ, കണ്ടതു നീളെ തിരമാല. കപ്പലു കാണാൻ പോയിട്ടീ ഞാൻ, കണ്ടതു കൂറ്റൻ മണിമേട. കാടുകൾ കാണാൻ പോയിട്ടീ ഞാൻ, കണ്ടതു നീളെ മരമല്ലോ. കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ, കണ്ടതു കൂറ്റൻ കിണറല്ലോ. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം, കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. എന്താണ് ഇവിടെ കവിതയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? കൂട്ടുകാർക്ക് അറിയാമോ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്? കാഴ്ചകൾ കാണാൻ പോകുന്നവരോടാണ് കവി പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കാണണമെന്ന് വിചാരിച്ച് ചെല്ലുന്നത് കാണാൻ കഴിയില്ല. കടലു കാണാൻ പോയിട്ട് എന്താണ് കണ്ടത്? തിരമാലകളെയാണ് കണ്ടത്. കപ്പലു കാണാൻ പോയിട്ടോ കൂറ്റൻ മണിമേടയാണ് കണ്ടത്. കാടുകൾ കാണാൻ പോയിട്ട് കണ്ടതെന്താണ്? മരമാണ്. വാരിക്കുഴി കാണാൻ ചെന്നപ്പോൾ എന്താ കണ്ടത്? കൂറ്റൻ കിണറാണ് കണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? യാത്രയിൽ നമുക്ക് പല കാഴ്ചകളും കാണാൻ സാധിക്കും. ചിലപ്പോൾ അത് അത്ഭുതം നിറഞ്ഞതും അപ്രതീക്ഷിതവുമായിരിക്കും. ഇനി നമുക്ക് ഈ കവിത ഒന്നും കൂടെ ചൊല്ലി നോക്കിയാലോ? കൂട്ടുകാർ കൂടെ ചൊല്ലണം കേട്ടോ. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം,
കാണണമെന്നു വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കടലുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളെ തിരമാല. കപ്പലു കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു കൂറ്റൻ മണിമേട. കാടുകൾ കാണാൻ പോയിട്ടീ ഞാൻ കണ്ടതു നീളെ മരമല്ലോ. കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടതു കൂറ്റൻ കിണറല്ലോ. കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം. കാണണമെന്നു വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കൂട്ടുകാർ ഈ കവിത ഒന്നും കൂടെ ചൊല്ലി നോക്കണേ. ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ആദ്യത്തെ ചോദ്യം, കവിത താളത്തിൽ ചൊല്ലൂ. കൂട്ടുകാർ സ്കൂളിൽ ചെന്ന ശേഷം കൂട്ടുകാരുമായി താളത്തിൽ ചൊല്ലി നോക്കൂ കേട്ടോ. അടുത്ത ചോദ്യം, കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവും? ചിത്രം കൂടി പരിശോധിച്ച് പറയൂ. ഒരു യാത്രയിൽ ചിലപ്പോൾ നമ്മൾ മനസ്സിൽ കണ്ട കാഴ്ചകൾ കാണാൻ സാധിച്ചില്ല എന്ന് വരാം. ചിലപ്പോൾ അത്ഭുതം നിറഞ്ഞതും പ്രതീക്ഷിക്കാത്തതുമായ കാഴ്ചകൾ കണ്ടെന്നും വരാം. മുന്നറിയിപ്പ് എന്ന കവിതയിൽ കവി ഒട്ടേറെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. കടലു കാണാൻ പോയിട്ട് കണ്ടത് തിരമാലകളെയാണ്. കാട് കാണാൻ പോയിട്ട് കണ്ടത് ഒരുപാട് മരങ്ങളെയാണ്. കപ്പൽ കാണാൻ പോയിട്ട് കണ്ടതോ കൂറ്റൻ മണിമേടയാണ് കണ്ടത്. വാരിക്കുഴി കാണാൻ പോയിട്ട് കണ്ടത് കൂറ്റൻ കിണറാണെന്നും കവി പറയുന്നുണ്ട്. ഇവിടെ കാണാൻ ചെന്ന കാര്യം തന്നെയാണ് കണ്ടത്, എങ്കിലും അത് പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് കവി ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? നാം കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. എന്നാൽ ചിലപ്പോൾ അത്ഭുതം നിറഞ്ഞതും പ്രതീക്ഷിക്കാത്തതുമായ കാഴ്ചകൾ കാണാനും സാധിക്കും എന്ന മുന്നറിയിപ്പാണ് കവി ഇവിടെ നൽകുന്നത്. ഇത്രയുമാണ് ഈ പാഠത്തിൽ നിന്നും നമുക്ക് പഠിക്കാനായി ഉണ്ടായിരുന്നത്. വട്ടത്തിൽ ചവിട്ടുമ്പോൾ എന്ന പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ള കൂട്ടുകാർക്കായി ഷെയർ ചെയ്യണം, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.